ഹലോ. സാധാരണ നമ്മൾ വീടിനകത്തൊക്കെയാണ് വീഡിയോ എടുക്കാറ്. ഇന്ന് പുറത്തിരിക്കട്ടെ. ഞാൻ ഓൾറെഡി ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത്, സാമ്പാർ പൊടിയിൽ ഇട്ടിട്ടുള്ളതാണ്. അത് ഇച്ചിരി എന്താ പറയുക, കാണുന്നവർക്ക് കുറേ സമയം എടുത്ത് കുറച്ച് കഷ്ടപ്പാട് സഹിച്ചുണ്ടാക്കേണ്ടത് പോലെ തോന്നുന്ന രീതിയിലായി പോയി എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. പക്ഷെ ചേച്ചിക്കാണെങ്കിൽ, എൻ്റെ ചേച്ചിയാണ് കേട്ടോ, രണ്ടാമത്തെ ചേച്ചിയാണ്. മൂത്ത ചേച്ചി ഒരാളൂടെ ഉണ്ട്. ചേച്ചി ഇപ്പോൾ വിഷുവിന് വന്നപ്പോൾ ഞാൻ പിടിച്ചു നിർത്തി ചേച്ചിയുടെ സാമ്പാർ പൊടി. ചേച്ചി ഇങ്ങനെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതിനുള്ള സമയം എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു സാമ്പാർ പൊടി മാത്രം ഉണ്ടാക്കിക്കാന്ന് വിചാരിച്ചു. ചേച്ചി പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സാമ്പാർ പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കാം. അപ്പോൾ ഇന്ന് നമ്മളൊരു സാമ്പാർ പൊടിയാണല്ലേ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ എന്നതൊക്കെയാണ് വേണ്ടതെന്നുള്ള ആദ്യമേ അല്ല, ഓരോന്ന് ചെയ്യുന്നതനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതന്നെ ചേച്ചി, അരി കുത്തരി ആണെങ്കിൽ കൂടുതൽ നല്ലത്. കുത്തരി കൂടുതൽ നല്ലത്. എൻ്റെ അടുത്ത് ജയയുടെ അരി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇത് വെളുത്ത അരിയാണ് കേട്ടോ. അപ്പം ഇത് നമ്മളിപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അളവെടുക്കുന്നതെന്ന് പറഞ്ഞേക്കാം. ഇതിനകത്ത് ഉള്ളത് അരി, വടപ്പരിപ്പ്, ഉഴുന്ന്, മല്ലി, മുളക്, കായം, ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഒരേ അളവിലായിരിക്കണം. അരിയും വടപ്പരിപ്പ് ഉഴുന്നും ഒരേ അളവിലായിരിക്കണം. ഓക്കെ. അതിൻ്റെ 3 ഇരട്ടി. ഇതിപ്പോൾ ഓരോ കപ്പാണെങ്കിൽ മല്ലി 3 കപ്പ്. മല്ലി 3 കപ്പ്. മല്ലി മാത്രമാണ് അതിന്റെ 3 ഇരട്ടി വേണ്ടത്. ബാക്കിയൊക്കെ നമ്മൾ അപ്പം പ്രത്യേകിച്ച് അളവൊന്നും നോക്കണ്ട. ഇപ്പൊ 1 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് വടപ്പരിപ്പും 1 ഗ്ലാസ് ഉഴുന്നും എടുക്കുന്നെങ്കിൽ 3 ഗ്ലാസ് മല്ലി എടുക്കണം. മല്ലിയാണ് കൂടി നിൽക്കേണ്ടത്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് കാശ്മീരി മുളക് ആയതുകൊണ്ട് 25 എണ്ണം എടുത്തു. കാശ്മീരി ആയതുകൊണ്ട് 25 എടുത്തു. പക്ഷെ ഞാൻ അതിനകത്ത് അരി കുറച്ചുകൂടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം മോക്കും കൂടെ ഉദ്ദേശിച്ചെടുത്തതാണ്. നമുക്ക് എരിവിനനുസരിച്ച് എടുക്കാം അല്ലേ. മറ്റേ മുളക് 5 എണ്ണം വേണമെങ്കിൽ ചേർക്കാം. ഇതിന് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കാശ്മീരിയുടെ കൂടെ മറ്റേ മുളക് കൂടെ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഉലുവ 2 ടേബിൾ സ്പൂൺ ഉലുവ. കായം എത്രയാന്നുള്ളത്, കായം ഒരു ചെറിയ കഷ്ണം. അത് നമ്മുടെ കായത്തിന്റെ ടേസ്റ്റ് അനുസരിച്ച് അതൊരു ഇത്രയും കായം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് എത്ര അളവിലുള്ള കപ്പിലാണ് എടുത്തേക്കുന്നത്? ചെറിയ കപ്പ്, ഒരു 200 ഗ്രാമിന്റെ കപ്പിലാണ് ഞാനിപ്പോ ഇവിടെ എടുത്തേക്കുന്നത്. ഓരോരുത്തർ അളവിലെടുക്കുന്നതനുസരിച്ച് കായം എടുക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം അരി വറുത്തെടുക്കാം. ഓരോന്നോരോന്നായിട്ട് വറക്കണം. അരി വറുത്തെടുക്കാൻ പോകണം കേട്ടോ. ആദ്യം കൂട്ടി വെച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അത് കഴിഞ്ഞ് പൊട്ടാൻ തുടങ്ങുമ്പോൾ കുറച്ച് വെച്ച് കുറച്ച് നേരം കൂടെ വറുത്തെടുക്കണം. ഈ സാമ്പാറിന് ഇതിന്റെ പൊടി മാത്രം ചേർത്താൽ മതിയോ? ഇത് സാമ്പാർ കഷ്ണം വേവിക്കുക. സാധാരണ ഇടും പോലെ കുറച്ച് പരിപ്പ് ഇട്ടിട്ട് കഷ്ണം. ഞാൻ പരിപ്പും കഷ്ണം, എല്ലാവരും ചിലപ്പം പരിപ്പ് ആദ്യം വേവിക്കുമായിരിക്കും. ഞാൻ പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിൽ. സിമ്പിൾ സാമ്പാർ, ഈസി സാമ്പാർ. അതല്ല, ഇവര് പിള്ളേർക്കൊന്നും കഷ്ണങ്ങൾ കാണുന്ന ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഒരുമിച്ച് വേവിക്കാനായിട്ടുള്ള കഷ്ണവും പരിപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് കുക്കറിൽ ഈ പൊടി ചേർത്ത് ഇളക്കണം. അതിന്റെ കളറ് നമുക്ക് ഏകദേശം അറിയാമല്ലോ സാമ്പാറിനകത്ത്. അത്രയും കളർ വരുമ്പോലെ പൊടി ചേർത്തിട്ട്, പിന്നെ കുറവുണ്ടെന്ന് തോന്നിയാൽ പിന്നീട് നമ്മൾ കുക്കറിൽ തിളപ്പിക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ ഈ സാമ്പാർ പൊടിയുടെ മാത്രമേ ആവശ്യമുള്ളൂ അല്ലേ. വേറെ പൊടിയൊന്നും ചേർക്കണം. കായൊക്കെ ഒരുപാട് ടേസ്റ്റ് കായത്തിന്റെ വേണമെന്നുള്ളവർക്ക് എക്സ്ട്രാ കായപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാന്നുള്ളത്. ഇങ്ങനെ പൊട്ടി തുടങ്ങുമ്പോഴാണ് ചേച്ചി ഫ്ലെയിം കുറച്ച് കൊടുക്കേണ്ടത്. ഇപ്പം പൊട്ടി തുടങ്ങിയതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചു. അതിന് നിറം ഒരു കളർ മാറിയ പോലെ വരുന്നുണ്ടല്ലേ പൊട്ടുന്നു. ഇത് പായ വെച്ച് ഇതായി പാത്രത്തിലേക്ക് ഇടാം അല്ലേ. നമുക്ക് വടപ്പരിപ്പ് അല്ലേ. സാമ്പാർ പരിപ്പല്ല, വടപ്പരിപ്പ്. വടപ്പരിപ്പ് എന്ന് പറയുന്നത് കടലപ്പരിപ്പ്. സാമ്പാറിന്റെ പരിപ്പല്ല കേട്ടോ, പ്രത്യേകം ഓർക്കുക. ഞാൻ സാമ്പാറിന് ഈ പരിപ്പായിടുന്നത്. സാമ്പാർ പരിപ്പിനേക്കാളും ടേസ്റ്റ് വടപ്പരിപ്പ് ഇടുന്നത്. സാമ്പാർ പരിപ്പിനേക്കാളും ടേസ്റ്റ് വടപ്പരിപ്പാണ് സാമ്പാറിന്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. എല്ലാം അവസാനം മാത്രമേ സിമ്മിലാക്കാവുള്ളൂ. ആദ്യം കുറച്ച് സമയം കൂട്ടി വെച്ച് തന്നെ ചൂടാക്കണം. ആയിട്ടുണ്ടല്ലേ ചേച്ചി? ആയിട്ടുണ്ട്. ചെറിയൊരു നിറവ്യത്യാസം വരും, ഒരു നല്ലൊരു സ്മെല്ലും വരും കേട്ടോ. അപ്പോൾ അത് വറുത്തതുപോലെ, വെറുതെ ചൂടായ പോലെ കുറച്ച് വറുത്തതുപോലെ ആകണം. അതെ, ഉള്ളിലെ ആ ഒരു ഇതൊക്കെ ചിലതിനൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളർ പോലെയൊക്കെ ചെറുതായിട്ട് വരും. ഫ്രൈ അതിനെ അങ്ങോട്ട് പകർന്നിടാം. ഇനി അടുത്ത് ഉഴുന്ന് കേട്ടോ. ഉഴുന്നും ഒരു ചെറിയ നിറവ്യത്യാസം വരും, ഒരു ബ്രൗൺ കളർ പോലെ ആകുന്നവരെ. വറക്കുമ്പോൾ നിറവ്യത്യാസം അറിയാലോ, ചെറിയൊരു എല്ലാവരും മറക്കുന്നതാണ്. അതെ, ആദ്യം ഫ്ലെയിം കൂട്ടി വെക്കുക. അതിനുശേഷം അതെ, ആദ്യം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് വെക്കാം. ഇപ്പോൾ കറക്റ്റ് ഇത് പാകത്തിനായി. ഇത് ഞാൻ കൂടെ പകരം അല്ലേ. ഇനി അടുത്ത് മല്ലി കേട്ടോ. നമ്മളെല്ലാം എടുക്കുന്ന സാധനത്തിന്, അതായത് വടപ്പരിപ്പ്, ഉഴുന്ന്, പിന്നെ അരി, അതിന്റെ 3 ഇരട്ടി.
അത് 1 കപ്പാണ്, ഇത് 3 കപ്പ്. 3 കപ്പ് മല്ലി വറുക്കാം. അപ്പം കരിവേപ്പില വേണ്ട ചേച്ചി? നമുക്ക് കറിവേപ്പില വേണം, ഒരു 8 കതിർപ്പ് കരിവേപ്പില ഇതിൽ തന്നെ കുറച്ചെടുക്കാം. ലാസ്റ്റ് വറുക്കും. എവിടെ നോക്കിയാലും കരിവേപ്പ. നല്ല വിലയാണ്. 8 കതിർപ്പ് മതിയോ? അത് ഈ തണ്ടൊക്കെ കുടിച്ചെടുക്കാം. ഫ്രഷ് കരിവേപ്പില ഇപ്പൊ തന്നെ മരത്തിൽ നിന്ന് പറിച്ചിട്ടുണ്ട്. മല്ലിയും ആദ്യം മാത്രമേ, മല്ലി അധികം നേരം ഫ്ലെയിം കൂട്ടി വെക്കരുത് അല്ലേ? ഒത്തിരി നേരം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പിന്നെ കാരണം നല്ലതായിട്ട് ചൂടായ ചട്ടിയല്ലേ, അപ്പൊ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി കൂട്ടി വെച്ചാൽ പെട്ടെന്ന് പുറം കരിഞ്ഞു പോകും. നമുക്ക് വറക്കാനുള്ള ഒരു ഇത് കിട്ടിയല്ല. ഇതൊക്കെ ആകുമ്പോൾ നല്ല മൊരാന്ന് വറന്ന് കിട്ടണം. അത് ഈ പൊടി ഇരിക്കുമ്പോൾ ചീത്തയായി പോകും അല്ലേ? കറക്റ്റായിട്ട് ഞാൻ മല്ലിയായോ ചേച്ചി? മല്ലി ഇപ്പൊ പാകത്തിന് ചെറുതായിട്ട് പൊട്ടൂല്ലേ? അത് പൊട്ടും ചെയ്യും. നമ്മളിങ്ങനെ ഒരെണ്ണെടുത്ത് ഇങ്ങനെ നോക്കിയതുണ്ട്, ഇങ്ങനെ പൊടിയും പോലെ വരും കൈ കൊണ്ട് തന്നെ. അത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ പൊടിഞ്ഞ്, അതാണ് അതിന്റെ പാകം അല്ലേ? ഇങ്ങനെ പൊടിഞ്ഞു. അല്ലെങ്കിൽ ഒരു മണം നന്നായിട്ട് വരുമ്പോൾ അറിയാം, എല്ലാത്തിന്റെ മണം വരുമ്പോൾ. അതെ, നല്ല മൂത്ത മണം വരുന്നുണ്ട്. അപ്പൊ ഇനി അതിനെ പകരം അല്ലേ? നമ്മള് 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് വെച്ചേക്കുന്നതും 1/2 ടീസ്പൂൺ, അതെ, ഒരു 10-15 കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുക. അത് ഇതുപോലെ പൊട്ടി വരുന്ന സമയത്ത് അത് രണ്ടും ഉലുവ വറക്കുന്ന അറിയാലോ, പൊട്ടി വരും. അതിന് ഫ്ലെയിം ഒത്തിരി കൂട്ടി വെച്ച് കൊടുക്കണ്ടല്ലേ? കുറച്ച് തന്നെ മതി. അതിനൊക്കെ കുറച്ച് മതി കേട്ടോ, ഒത്തിരി കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. പ്രത്യേകിച്ചും ചട്ടി നല്ലോണം പഴുത്ത് ചൂടായിരിക്കുന്നല്ലേ? നമ്മളിപ്പോ ഇതെല്ലാം വറുത്തെടുത്തതിന്റെ ആ ഒരു ചൂടുണ്ടല്ലോ. ആദ്യം ഉലുവയൊക്കെ വറക്കുന്നെങ്കിൽ ഇത്തിരി കൂട്ടി വെച്ച് തന്നെ വറക്കണം, പാത്രത്തിന് അത്രയും ചൂട് കാണിക്കും. ഉലുവയൊക്കെ ലാസ്റ്റ് വറുത്ത് വെക്കുന്നല്ലേ ഏറ്റവും നല്ലത്, അതിന്റെ ഒരു ഫ്ലേവർ പോവാതെയൊക്കെ ഇരിക്കൂല. അത് മൂത്ത് കിട്ടോ? പൊട്ടുന്നുണ്ടല്ലേ ചേച്ചി? പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം പൊട്ടി റെഡിയായി. ഇനിയിപ്പോൾ അതിനെ കൂടെ അങ്ങ് പകർന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ പൊട്ടുന്നുണ്ട്. അപ്പോൾ പൊട്ടി അനങ്ങുന്ന കണ്ടോ, ഓടുക. അപ്പോൾ അതിന് പകർന്നേക്കാം. കരിയരുത് കേട്ടോ ഒന്നും, അത് പ്രത്യേകം ഓർക്കണം. അതിന് കായാണേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിരുന്നുകൊണ്ട് അത് കയറി പിടിച്ച് നല്ല മുറിച്ചെടുക്കാൻ എളുപ്പം സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ അത് ഞൊട്ടി പിടിച്ചിരിക്കണം. അത് വറക്കുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് ചേച്ചി മുറിച്ചെടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഇത്രയുണ്ട് കേട്ടോ, ഇത്രയും കായ എടുത്തിട്ടുണ്ട് ഇതിന്. അപ്പൊ കായൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാം. കായത്തിന്റെ ടേസ്റ്റ് കൂടുതൽ കുറച്ചുകൂടെ എടുക്കാം. പിന്നെ അവസാനം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ ടേസ്റ്റ് പോലെ തോന്നിയാൽ കുറച്ച് ചേർത്താലും പൊടി ചേർത്താലും മതി. ഇത് പോരാതെ ഇനി എക്സ്ട്രാ വേണ്ടവർക്ക് ഇതിനൊന്ന് പൊള്ളിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇത് ഇപ്പം ഈ പ്ലേറ്റിലോട്ട് പൊടിച്ച് കാണിക്കാം. കാരണം അതായത് കണ്ടോ, മൂത്ത് കഴിയുമ്പോൾ നല്ല കിരികിരാന്ന് പൊടിയുന്ന രീതിയിൽ ഇതുപോലെ ആയി കിട്ടും കേട്ടോ. ഇങ്ങനെ ആയാൽ മാത്രമേ നമുക്കത് മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റും. ഇപ്പം നല്ല ബലമായി ഇതായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിലോട്ട് പൊടിച്ചാൽ എന്നാന്ന് വെച്ചാൽ നമുക്കത് വേണ്ടതായതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് അതിന്റെ മൂക്കുന്ന വരും. അതാ ഇതുപോലെ മൂത്ത് കിട്ടുന്നുണ്ടോ, ഒച്ച കേൾക്കണം. അതായത് മൂത്ത് കിട്ടണം, അല്ലെങ്കിൽ പൊടിയല്ല. അതാണ് നല്ലോണം മൂക്കണം. അത് പൊടിയല്ലാത്തത് മാത്രമല്ല, എന്താ പറയുക, പൊടി ഇരുന്ന് ചീത്തയാവും, പെട്ടെന്ന് ചീത്തയായി പോകും. എല്ലാം നല്ല പാകത്തിന് മൂത്ത് കിട്ടിയില്ലെങ്കിൽ പൊടി പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ എടുക്കാം ചേച്ചി. നമ്മൾ മുളകാണ് കേട്ടോ. ഞാൻ അതിന്റെ ഞാൻ പറഞ്ഞല്ലോ, അരിയൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു. വേറെ ഒന്നുമല്ല, അത് നമ്മുടെ എരിവിനനുസരിച്ചുള്ള ഇഷ്ടം. കാരണം മോക്ക് എരിവ് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ എടുത്ത് മാറ്റിയെന്നുള്ളൂ. എല്ലാത്തിന്റെ അല്ല, കുറച്ചെണ്ണത്തിന്റെ. നടുവേ മുറിച്ചിട്ടാൽ ഇങ്ങനെ ഇളക്കാൻ എളുപ്പം. നടുവേ മുറിച്ചിട്ട് മൂത്ത് കിട്ടാനും എളുപ്പമുണ്ട്, ഇളക്കാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ തട്ടി തട്ടി പോകും. അതെ, ഇതിനൊന്നും എണ്ണ വേണ്ട കേട്ടോ, എണ്ണ ഇല്ലാണ്ട് വറുത്തെടുക്കണം. ഇത് ഇങ്ങനെ നമ്മൾ കളറ് കണ്ടിട്ട് അത് ഒടിയുന്ന പരുവത്തിൽ ഒടിച്ചു നോക്കിയാൽ മതി. ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഒടിയുന്ന പരുവത്തിലാകുമ്പോൾ എടുത്ത് വെക്കാം അല്ലേ? നിറം മാറി വന്നിട്ടുണ്ട്. നിറം മാറി ഏതുണ്ടോ, പൊടിഞ്ഞു കിട്ടണ പരുവം കേട്ടോ. ഇതാണ് അതിന്റെ പരുവം എന്ന് പറയുന്നത്. അറിയാലോ, മുളകൊക്കെ അമ്മമാരൊക്കെ വറക്കുന്നതല്ലേ. ഇത് ചമ്മന്തിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ. എല്ലാവർക്കും ഉണ്ടാക്കാം കേട്ടോ. ഇത് അമ്മമാർക്ക് മാത്രമല്ല, ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഈ സാമ്പാർ നല്ല, ഇപ്പം വീട്ടിലുണ്ടാക്കുന്ന നല്ല സാമ്പാർ കൂടി വെച്ചിട്ട് വേണം എന്നുള്ള ഒരു ഇതുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. വലിയ പാടൊന്നുമില്ല. ഇപ്പൊ ഉരുളിയൊന്നും വേണമെന്നില്ല, ചീഞ്ചട്ടി ആയാലും മതി. ഉള്ള പാത്രത്തില് വറുത്തെടുക്കുക, കരിയാതെ വറുക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ അതിനുള്ളൂ. അപ്പൊ നമ്മള് കറിവേപ്പിൽ നിന്ന് വറച്ചെടുത്തതാണ്. നല്ല നല്ല കരിവേപ്പിലയാണ്. അപ്പൊ നമ്മളെങ്ങനെയാ കരിവേപ്പില സാധാരണ വല്ലതൊക്കെ ഉണ്ടോ എന്ന് നോക്കി നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് വറക്കാം. കാരണം വെച്ചാൽ അത് തണുത്ത് പോകില്ല. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കൂടെ പൊടിക്കേണ്ടതാ അല്ലേ ചേച്ചി? ഒരു 7 കതിർപ്പ് കേട്ടോ. അത് ഇത് കൂട്ടി വെക്കരുത്, ഫ്ലെയിം കൂട്ടി വെക്കരുത്. അതെ, ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഇതായി പോയി. എണ്ണയൊന്നും നമ്മൾ തൊടുന്നില്ലല്ലോ. ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് വറുത്തതുപോലെ വരുകയും ചെയ്യും.
പെട്ടെന്ന് പറന്ന് പൊട്ടി വരും. ഇത്രയേ ഉള്ളൂ. ഇത് വറക്കുന്നതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ കുറെ ഇത് തോന്നുന്നെങ്കിലും എല്ലാം കൂടെ ഒരു അരമണിക്കൂറിനുള്ളിൽ പൊടി റെഡിയാണ്. അതായത് വറക്കുന്ന താമസം മാത്രമേ ഉള്ളൂ, പിന്നെ പൊടിച്ചെല്ലാം കൂടെ ഇപ്പൊ ഇങ്ങനെ കാണിക്കാൻ എടുക്കുന്നോണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ ചടപടപടാ എല്ലാം വറുത്തെടുത്തു, ഒന്ന് ആറാൻ വെച്ചു, ഇതൊന്ന് ആറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു, നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്തു. ഇല ഇങ്ങനെ ഒടിയുന്ന പരുവത്തിലാകും ഇപ്പം. അതെ, നിറം മാറിയല്ല, കരിയ ഇലക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. ഇലയുടെ നിറം ഒന്നും മാറിയല്ല, അത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും. അത്രേ ഉള്ളൂ. കരിവേപ്പില റെഡി ആയി കേട്ടോ. കണ്ടോ, കിരികിരിന്ന് വെച്ച് കേൾക്കുന്ന കേട്ടോ. കരിഞ്ഞ ഇലയിൽ ഇളക്കും പോലെ. അതെ, ഉണക്കയിലേക്കൂടെ നടക്കുമ്പോഴത്തെ ശബ്ദം പോലെ അങ്ങ് കേൾക്കും. അതാണ് പരുവം. ഇതിപ്പോ എടുത്താലും പൊടിയും. ഇതുണ്ടോ, പൊടിയായി മാറും. അപ്പൊ ഇതും കൂടെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ. പാത്രത്തിലേക്ക് കെടുത്തിയേക്കട്ടെ. പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് തണുക്കാൻ വെക്കുക. തണുത്തിട്ട് നമുക്ക് പൊടിക്കാം. തണുത്തിട്ടുണ്ട്, നന്നായിട്ട് തണുത്തു കേട്ടോ. ഇനിയിപ്പോ ഇതിനെ പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആക്കണോ, നമ്മൾ പൊടിച്ചോണ്ട് വരുന്നു കേട്ടോ. മിക്സിയുടെ ജാറിലും വെള്ളമയം ഒന്നും ഉണ്ടാകാൻ പാടില്ല, നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം കേട്ടോ. വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടൊക്കെ പൊടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. മിക്സിയുടെ ജാറ് വെയിലത്ത് വെക്കുക, അപ്പൊ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ അതിന്റെ ബ്ലേഡിന്റെ അടിയിലൊക്കെ വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ പൊടി ചീത്തയാവും. അപ്പൊ ഇത് നല്ല ഏത് എന്ത് സാധനം പൊടിച്ചു വെച്ചാലും ഡ്രൈ അല്ലെങ്കിൽ ചീത്തയാവും. ഇത് ഇടാം, എല്ലാം കൂടെ കുറേശ്ശെ ഇടാം അല്ലേ. പൊടിക്കുക, എന്നിട്ട് അവസാനം എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അത്രേ ഉള്ളൂ അല്ലേ. ഒന്ന് പിന്നെ കുഴപ്പമില്ല, ഞാൻ പൊടിക്കും. കുറേശ്ശെ ഇട്ട് പൊടിക്കുക അല്ലേ. കൂടുതലിട്ട് കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് പൊടിയാൻ പാടാവും. 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കും. അപ്പൊ നമ്മൾ പൊടിച്ചിട്ട് വന്നിട്ടുണ്ടല്ലേ ചേച്ചി. പൊടിക്കുന്നതിനിടയ്ക്ക് ഒരു ട്രിക്ക് കൂടെ, ഒരു കാര്യം കൂടെ പറഞ്ഞതല്ല. ഒരു ടീസ്പൂണാണ് കേട്ടോ. ചെറിയ സ്പൂണിന് 1 സ്പൂണ് കോൺഫ്ലോർ കൂടെ ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ നല്ല അത് പൊടിക്കുമ്പോൾ ചേർത്താൽ മതിയാണ്. കോൺഫ്ലോർ ഒരുപാട് കൂടി പോയത് 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ തന്നെ ആയിരിക്കണം. കാരണം ടേബിൾ സ്പൂണും എടുക്കരുത്. കാരണം വെച്ചാൽ നമ്മൾ അരിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്താ വെച്ചാൽ കൊഴുപ്പ് വല്ലാണ്ടായി പോകും കേട്ടോ. ഇത് മതി. ഓക്കെ, നമ്മുടെ മുളകിന് ഇച്ചിരി നിറം കുറവുള്ളതായിരുന്നു തോന്നുന്നു, അതുകൊണ്ടാണ് ഇത്തിരി കളർ അധികമായിട്ട് വെക്കുന്നത് കേട്ടോ. അത് മുളകിനനുസരിച്ച് കാശ്മീരി പിരിഞ്ഞ പോലത്തെ മുളകാണ്. ഇതിപ്പോ അതല്ലായിരുന്നു, മറ്റേ സാധാരണ പോലെ ഇരിക്കുന്ന മുളകായിരുന്നു കാശ്മീരി ആണെങ്കിലും. മറ്റേ പിരിയമുളക് എരിവില്ലാത്ത മുളകാണ് കേട്ടോ. ഇപ്പൊ നമ്മളെടുത്ത മുളക് എരിവില്ലാത്തതാണ്. പക്ഷെ പിരിഞ്ഞിരിക്കുമ്പോഴത്തെ ആ ടൈപ്പ് മുളകാണെങ്കിൽ പെട്ടെന്ന് നല്ല നിറം കൂടുതൽ നിറം വരും. ഇവിടെ പൊടി റെഡിയാണ് കേട്ടോ. ഇത് ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മള് സാമ്പാർ റെഡിയാക്കിയാൽ മതി. കുക്കറിൽ സാമ്പാർ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് അതിനകത്ത് ഈ പൊടി കലക്കി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ, പരിപ്പ് ഇടുന്നോണ്ട് ഒരു 3 വിസിൽ അടിക്കുക. ആദ്യം പരിപ്പ് ഇട്ട് ഒരു വിസിൽ കേട്ടതിന് ശേഷമാണ് ഇപ്പൊ സാധനം ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വിസിലിൽ പരിപ്പ് ഒന്ന് വേവിക്കും. എന്നിട്ട് അതിനകത്തൊരു കഷ്ണം ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ സാമ്പാർ വേറെ രീതിയിലായിട്ടുള്ളത്, ഇങ്ങനത്തെ പൊടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഇട്ടിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം കഷ്ണത്തിന്റെ കൂടെയുള്ള, അപ്പൊ ചേച്ചി പറയുന്ന ആ കഷ്ണം ഇടുന്ന കൂടെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കുക്കറിൽ ഇതും കലക്കി. പെട്ടെന്ന് രാവിലെ സമയം ഇല്ലാത്തവരാണെങ്കിൽ ചേച്ചി പറയുന്ന പോലെ പരിപ്പ് കഷ്ണം, പക്ഷെ കഷ്ണം അപ്പം കഷ്ണമായിട്ട് കിട്ടണം എന്നുള്ളവർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, കഷ്ണമായിട്ട് കിട്ടണം എന്നുള്ളവർ അങ്ങനെ ചെയ്യണ്ട. പരിപ്പ് ആദ്യം വേവിച്ചിട്ട് കഷ്ണം ഇടുക, പൊടിയും കൂടെ ചേർക്കുക, പിന്നെ കടുകും കറിവേപ്പിലയും പൊട്ടിച്ചിടുന്ന അത് മാത്രമേ ഉള്ളൂ. അവസാനം കടുകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിടുക. അപ്പൊ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് കായത്തിന്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതൽ വേണം, ചേർക്ക് വേണമെന്നുണ്ടെങ്കിൽ കായത്തിന്റെ പൊടി ഏറ്റവും അവസാനം കടുകൊക്കെ പൊട്ടിച്ചിട്ടതിന് ശേഷം, അല്ലെങ്കിൽ ആ കടുക് താളിച്ചൊഴിക്കുന്നതിന് ജസ്റ്റ് മുന്നേ ആ മുകളിൽ ഒന്ന് തൂവി കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചൊഴിച്ചിട്ട് അങ്ങ് അടച്ചു വെച്ചിട്ട് കഴിക്കാറാകുമ്പോൾ തുറക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിരിക്കും. അപ്പൊ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.